സംസ്ഥാന സർക്കാരിന്റെ ശുചീകരണ യജ്ഞം ഫലപ്രദമല്ല എന്നതിന്റെ സാക്ഷ്യപ്പെടുത്തലായി മാലിന്യ കൂമ്പാരങ്ങൾ. മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച കണ്ണൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും മാലിന്യ നീക്കം നടന്നിട്ടില്ല. താളിക്കാവ് മൂസ ലൈനിൽ നടപ്പാതയോരത്ത് മാലിന്യം കുന്നുകൂടിയ നിലയിലും ആണ്. പകർച്ചപ്പനി പ്രതിരോധത്തിന് സംസ്ഥാന സർക്കാരിന്റെ 3 ദിവസത്തെ സമ്പൂർണ്ണ ശുചിത്വയജ്ഞം അവസാനിച്ചപ്പോൾ മാലിന്യ നീക്കം കാര്യക്ഷമമാണോ എന്നറിയണമെങ്കിൽ ഈ കാഴ്ച കാണണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ മൂസ ലൈനിലാണ് ഇങ്ങനെ ഖരമാലിന്യം കെട്ടിക്കിടക്കുന്നത്. പ്രദേശത്തെ ഫ്ളാറ്റുകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നത്. സ്കൂൾ കുട്ടികളടക്കം യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന നടപ്പാതയാണിത്. പാതയോട് ചേർന്നുള്ള മാലിന്യ നിക്ഷേപത്തിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം പനി വരുന്ന എന്തെല്ലാം ഈ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ ഇടല്ല. നിങ്ങൾ മോനാളിനോട് പറഞ്ഞിട്ട് ആ ഓണറോട് പറഞ്ഞ ഒരു കുഴി കൊച്ച് ആടി ഇട്ടിട്ട് നിങ്ങൾ കത്തിക്കുന്ന പറഞ്ഞേ. അവർ പറഞ്ഞു നിങ്ങളെ പറമ്പാ നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്കെന്ന് ഇത്ര ഇതെന്നത്തെ അവർ നമ്മുടെ തുമ്മിലടക്കുന്നു. പിന്നെ നമ്മൾ വേണ്ടപ്പെട്ട അടുത്ത് പറഞ്ഞാൽ അവരാരും വില വെക്കുന്നില്ല. ഈ അവസ്ഥയിൽ ഇങ്ങനെയാണ്ടാൽ എന്നാ ചെയ്യേണ്ടതെന്ന്. കൊതുകുകളുടെ പ്രജനന കേന്ദ്രമായും ഈ മാലിന്യ കൂമ്പാരം മാറി. തൊട്ടടുത്തുള്ള താളിക്കാവിലും സ്ഥിതി സമാനമാണ്. നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തിയാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണെന്ന കാരണത്താൽ കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ മാലിന്യ നീക്കത്തിന് തയ്യാറാകുന്നില്ല. പൊതുസ്ഥലമല്ലെങ്കിലും തുറസായ പ്രദേശത്തെ മാലിന്യ നിക്ഷേപത്തിൽ നിന്നും കൊതുകുജന്യ രോഗങ്ങൾ പടരുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 കണ്ണൂർ.